നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനി നമുക്ക് പൂരാട നക്ഷത്രക്കാരുടെ വിഷുബലത്തെ നോക്കാം. പൂരാട നക്ഷത്രക്കാർക്ക് അന്ത്യശക്തമാണ്. അതുകൊണ്ട് തന്നെ ജനനേതൃത്വം, മേലധികാരികളുടെ പ്രീതി, അധികാരപ്രാപ്തി, സുഖം ഇവയൊക്കെ ലഭിക്കുന്നതാണ്. ദേവതയായി ശിവനാണ്. അതുകൊണ്ട് തന്നെ മനോദുഃഖവും കുടുംബസുഖഹാനിയും ഫലമായി പറയണം. ഇപ്പോൾ നമുക്ക് പൂരാട നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. പൂരാട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല ബന്ധുക്കളോട് കൂടിയവരും ബുദ്ധിസാമർഥ്യവും ഉള്ളവരായിരിക്കും. നല്ല ഭാര്യയോട് കൂടിയവരും ഗർവിഷ്ഠരായിട്ടും ഭവിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭർത്താവിന് അനുകൂലമായിട്ടും കുടുംബജനങ്ങളിൽ മുഖ്യതയായിട്ടും ശ്രേഷ്ഠ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരുമായിരിക്കും. കൂടാതെ വിശാലമായിട്ടുള്ള കണ്ണുകളും ആകർഷകമായിട്ടുള്ള ശരീരവും കീർത്തിയും ഉള്ളവരായിരിക്കും. വ്യാഴം 7-8 ഭാവങ്ങളിലും ശനി 4-ാം ഭാവത്തിലും രാഹു 3-ാം ഭാവത്തിലും ചാരവശാൽ സഞ്ചരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ ഇടപെടുകയും എല്ലായിടത്തും വിജയവും ഉന്നതമായിട്ടുള്ള സ്ഥാനപ്രാപ്തിയും കുടുംബത്തിൽ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ്. 10 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പൊതുവെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും അതിനുശേഷം 16 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധയോടെ പോകുന്നതിനും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾക്കും പറ്റിയ സമയമാണ്. 16 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം പൊതുവെ നേട്ടങ്ങളുടെ കാലഘട്ടമാണ്. 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം സ്വപരിശ്രമത്താൽ വിജയം നേടാൻ കഴിയുന്നതാണ്. വിവാഹം, ഉദ്യോഗം എന്നിവ ലഭിക്കുന്നതാണ്. 33 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് ക്ലേശകരമായിട്ടുള്ള സാഹചര്യങ്ങളെ വിജയകരമായി തരണം ചെയ്യാൻ പറ്റുന്നതാണ്. 56 വയസ്സിന് മുകളിൽ 72 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സ്ഥാനമാനങ്ങളും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നതാണ്. 72 വയസ്സിന് മുകളിലുള്ളവർ ആരോഗ്യപരമായി ജാഗ്രത പാലിക്കേണ്ടതാണ്. ശാന്തമായിട്ടുള്ള സ്വഭാവം ശീലിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. പൂരാട നക്ഷത്രക്കാരുടെ ഗ്രഹനില പൊതുവെ അനുകൂലമായിട്ടുള്ള വർഷമാണ്. ജീവിതത്തിൽ മുന്നേറാൻ അവസരങ്ങൾ ഒരുങ്ങുന്നതാണ്. എന്നാൽ കണ്ടകശനിക്കാലം ആകയാൽ തടസ്സങ്ങളെ അതിജീവിക്കേണ്ടി വന്നേക്കാം. ജോലി തേടുന്നവർക്ക് കഴിവിനൊത്ത ഉപജീവന മാർഗം തെളിയുന്നതാണ്. സ്വന്തം ബിസിനസ്സിൽ വിപുലീകരണം സാധ്യമാകുന്നതാണ്. ആവശ്യമായിട്ടുള്ള ബാങ്ക് വായ്പകൾ ലഭിക്കുന്നതാണ്. പുതിയ വീട് നിർമ്മിക്കാൻ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മനമെടുക്കാം. അതിനാൽ തുടർ പരിശ്രമങ്ങൾ ആവശ്യമാണ്. വാഹനം ഉപയോഗിക്കുന്നവർ കൂടുതൽ ജാഗ്രത കാട്ടേണ്ടതായിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ ആവർത്തിക്കുന്നതാണ്. രോഗക്ലേശിതർക്ക് പുനർചികിത്സയിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്നതാണ്. 7-ലെ വ്യാഴം അനുരാഗഭാവങ്ങളെ പുഷ്കലമാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഗാർഹിക ജീവിതത്തിൽ സംതൃപ്തിയും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശ യാത്രയ്ക്കുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക.